നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോഗോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രാൻഡിന്റെ ലോഗോയാണ്. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിനെ മിറർ ചെയ്ത് വീണ്ടും ചേർത്ത് വെച്ചാൽ അവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ചിഹ്നമാണ്. ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് ജൂതന്മാരെയാണ്, അതുപോലെ തന്നെ മറ്റ് ചില കോൺസ്പിറസി തിയറികളെയും. ജൂതന്മാരെ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് എന്നും ജൂതന്മാരെ ഭയക്കണമെന്നും പണ്ട് ചില പ്രമുഖർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു ചതിയനെ തിരിച്ചറിയുക. ചിലപ്പോൾ നിങ്ങൾ ചതിക്കപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഈ കോൺസ്പിറസി കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില പാറ്റേണുകൾ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ എന്നെപ്പോലെ ആയിരക്കണക്കിന് പേർ ഇതേ വിഷയങ്ങൾ റെഡിറ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി തരുന്നു. അതാണ് ChatGPT. അത് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പല സഹായങ്ങളും നമുക്ക് ചെയ്തു തരുന്ന ഒരു AI അസിസ്റ്റന്റ് ടൂളാണ് ChatGPT. തുടക്കത്തിൽ ഒരു ഏജിംഗ് ഫിൽറ്ററിലൂടെ, അതിനുശേഷം ജിബിലി ഇമേജിലൂടെ, ഇപ്പോൾ കാരിക്കേച്ചറിലൂടെ എല്ലാം നമ്മുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന AI ടൂളായി മാറിക്കൊണ്ടിരിക്കുന്ന ChatGPTയുടെ ചരിത്രത്തിൽ കെട്ടിത്താഴ്ത്തിയ ഒരു കൊലപാതകത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിലുമുപരി ഒരുപാട് ചതികൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ നാളെ ചതിക്കപ്പെടുന്നത് നിങ്ങളായിരിക്കാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഒരു അമേരിക്കൻ കമ്പനിയായ ഓപ്പൺ എഐക്ക് ജൂതന്മാരുമായി എന്താണ് ബന്ധം? പറയാം. ഇതിനെ നിങ്ങളൊരു കോൺസ്പിറസി തിയറിയായി കാണരുത്, ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം കണ്ടാൽ മതി. അതായത് നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ചിലതെങ്കിലും ChatGPT ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാരിക്കേച്ചറുകൾ ഭരിക്കുന്ന പ്രൊഫൈലുകളായിരിക്കും. അതായത് ക്രിയേറ്റ് എ കാരിക്കേച്ചർ ഓഫ് മീ ആൻഡ് മൈ ജോബ് വിത്ത് എവറിത്തിങ് യു നോ അബൌട്ട് മീ എന്ന് പറയുന്ന ഒരൊറ്റ ചെറിയ പ്രോംപ്റ്റിലൂടെ ChatGPT നമുക്കൊരു കാരിക്കേച്ചർ ക്രിയേറ്റ് ചെയ്ത് തരുന്നു. നമ്മളെക്കുറിച്ചും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ChatGPT ക്രിയേറ്റ് ചെയ്തിരുന്ന ആ കാരിക്കേച്ചർ കണ്ട് നമ്മൾ ഞെട്ടിയിരുന്നിട്ടുമുണ്ടാവും. എന്നാൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, പലപ്പോഴായി നമ്മൾ പലതിനും വേണ്ടി നൽകിയിട്ടുള്ള നമ്മുടെ സെൽഫികളും കൂട്ടിച്ചേർത്ത് അതെല്ലാം അതിൻ്റെ മെമ്മറിയിൽ നിന്നും അത് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു കാരിക്കേച്ചറാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച പലരും ഒരു ഭയത്തോടെ പല ഫോറങ്ങളിലും ചർച്ച ചെയ്യുന്നത് ChatGPTയോട് പറയാത്ത പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയി അത് ഈ കാരിക്കേച്ചറിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതായത് നമ്മൾ പറയാത്ത പലതും നമ്മുടെ ഫോണിൽ നിന്നും, നമ്മുടെ ചാറ്റുകളിൽ നിന്നും, നമ്മുടെ മെയിലുകളിൽ നിന്നും അത് കൈക്കലാക്കുന്നുണ്ട് എന്ന്. പ്രശസ്തരായ പല സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ടുകളും പറയുന്നത് ഇത്തരം പ്രോംപ്റ്റിലൂടെ നമ്മെ കൂടുതൽ നിരീക്ഷിക്കാൻ AI ബോട്ടുകൾക്ക് നമ്മൾ പരിശീലനം നൽകുകയാണ് എന്നാണ്. ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇമേജ് ജനറേഷൻ ചെയ്യുമ്പോൾ അത് കൃത്യമായ ഫീച്ചേഴ്സ് കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ സെൽഫികൾ അതിന് അപ്ലോഡ് ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മളെ കൊണ്ട് ChatGPT ചെയ്യിക്കുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? വെറുതെ ChatGPT സെറ്റിംഗ്സിൽ ഡാറ്റ കൺട്രോൾ എന്നൊരു മെനു ഓപ്പൺ ചെയ്താൽ ഇംപ്രൂവ് ദ മോഡൽ ഫോർ എവറിവൺ എന്നൊരു ടോഗിൾ കാണാം. ഉറപ്പാണ് നിങ്ങളിൽ ഒരു വലിയ ശതമാനം പേരും അത് ഓണാക്കി വെച്ചിട്ടുണ്ടാവും. അതുവഴി നിങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കാനുള്ള സമ്മതമാണ് നിങ്ങൾ ChatGPTക്ക് നൽകുന്നത്. അത് ഓഫാക്കുക. അതോടൊപ്പം മെമ്മറി സെറ്റിംഗ്സിൽ ചാറ്റ് ഹിസ്റ്ററി റെഫറൻസ് കൂടി ഓഫ് ചെയ്യുക. കേട്ട പാതി കേൾക്കാത്ത പാതി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ChatGPT അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ വരട്ടെ. ChatGPT മാത്രമല്ല, മിക്ക AI ടൂൾസും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അവരെയല്ല, അവർ നമ്മളെയാണ് ഒരു ഉൽപ്പന്നമായി കാണുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റയും ഇമേജും എല്ലാം അവർക്ക് ഉപയോഗിക്കാനുള്ള സമ്മതം കൂടി നമ്മൾ നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇന്ന് അവൻ നമ്മളോടൊപ്പമില്ല. അവനെ തെളിവുകളില്ലാതെ കൊന്നുകളഞ്ഞതും
ഓപ്പൺ എ ഐ എന്ന കോർപ്പറേറ്റ് ഭീമൻ തന്നെയാണ്. ഒരു വലിയ യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മളിൽ പലർക്കും ഇന്ന് എ ഐ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതൊരു വലിയ ശതമാനം പേർക്കും. എന്നാൽ ഇത് ഉപയോഗിക്കാത്ത ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് എ ഐ എന്താണ് എന്ന് പോലും അറിയില്ല. എന്നാൽ എ ഐ എന്താണ് എന്ന് നമ്മളെക്കാളൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരുവനുണ്ടായിരുന്നു. അവൻ ജനിച്ചത് അമേരിക്കയിലായിരുന്നുവെങ്കിലും അവന് ഇന്ത്യയിൽ വേരുകൾ ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് സുജിർ ബാലാജി എന്ന വ്യക്തിയെക്കുറിച്ചാണ്. 1998 ജനിച്ചു. 2024 നവംബർ 26 മരണപ്പെട്ടു. അല്ല, കൊല്ലപ്പെട്ടു എന്നാണ് അവൻ്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത്. അതിന് പിന്നിൽ ഓപ്പൺ എ ഐ എന്ന കോർപ്പറേറ്റ് ഭീമൻ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം? സുജിർ മരണപ്പെടുന്നതിന് മുമ്പേ ആ പേര് പല മാധ്യമങ്ങളിലും ചർച്ചയായിരുന്നു. തൻ്റെ കമ്പനിയായ ഓപ്പൺ എ ഐ അമേരിക്കൻ കോർപ്പറേറ്റ് ലോ ലംഘിച്ചു എന്ന് സുജിർ പരാതിപ്പെട്ടിരുന്നു. അതിന്മേൽ ചിലപ്പോൾ താൻ മരണപ്പെട്ടേക്കാം എന്നും സുജിർ ഭയന്നിരുന്നു. 1997 ഫ്ലോറിഡയിലേക്ക് വന്ന ഒരു ഇന്ത്യൻ അമേരിക്കൻ കുടുംബത്തിലായിരുന്നു സുജിർ ജനിച്ചത്. ചെറുപ്പം മുതലേ ടെക്നോളജിയിൽ വളരെ താല്പര്യമുള്ളവനായിരുന്നു സുജിർ. സുജിറിൻ്റെ അച്ഛനും അമ്മയും ടെക് മേഖലയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു താല്പര്യം അവൻ്റെ ഉള്ളിലേക്ക് വന്നതും. മറ്റ് കളിപ്പാട്ടങ്ങളെക്കാൾ അവൻ ഏറ്റവും കൂടുതൽ താല്പര്യം സ്വന്തം കമ്പ്യൂട്ടർ ആയിരുന്നു എന്ന് അമ്മയുടെ അഭിമുഖത്തിൽ അമ്മ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെക്കുറിച്ചും പ്രോഗ്രാം ലാംഗ്വേജുകളെക്കുറിച്ചും എല്ലാം 11ാമത്തെ വയസ്സിൽ തന്നെ നല്ല അറിവുള്ളവനായിരുന്നു സുജിർ. പലപ്പോഴും സോഫ്റ്റ്വെയർ സംബന്ധമായ പല സംശയങ്ങളും അവൻ അമ്മയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് ചോദിക്കുമായിരുന്നു. പക്ഷേ പല സംശയങ്ങൾക്കും അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നും ആ അമ്മ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 13ാമത്തെ വയസ്സിൽ സുജിർ ഒരു കമ്പ്യൂട്ടർ സ്വയം സൃഷ്ടിച്ചു എന്നും ചിപ്പ് ഡിസൈനിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും അമ്മ പൂർണിമ റാവു പറയുന്നു. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു സുജിർ. 2015-2016 കാലഘട്ടങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കമ്പ്യൂട്ടിംഗ് ഒളിമ്പ്യാഡിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു സുജിർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കോറ എന്ന അമേരിക്കൻ Q&A പ്ലാറ്റ്ഫോം ചെറുപ്പത്തിൽ തന്നെ സുജിറിനെ അവരുടെ ഭാഗമായി ജോലിക്കായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രായം കുറഞ്ഞതുകൊണ്ട് തന്നെ ആ ജോലിക്ക് പോകാൻ സുജിറിൻ്റെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അമ്മയെ അറിയാതെ കോറ എന്ന കമ്പനിയുടെ ഭാഗമായി സുജിർ ജോലി ചെയ്തതായി പറയുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ BA കമ്പ്യൂട്ടർ സയൻസ് അവസാന വർഷം സുജിർ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന വ്യക്തി ഓപ്പൺ എ ഐ എന്ന കമ്പനിയുടെ കോഫൗണ്ടറായ ജോൺ ഷൂൾമാൻ ആയിരുന്നു. ഓപ്പൺ എ ഐയുടെ ഭാഗമായി ഏതാണ്ട് 4 വർഷത്തിനുള്ളിൽ തന്നെ സുജിർ പല പ്രോജക്റ്റുകളിലും പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു വെബ് GPT. ജനങ്ങൾക്ക് പഠിക്കാൻ സഹായകമാകുന്ന ഒരു ടൂൾ എന്ന നിലയ്ക്കാണ് സുജിർ വെബ് GPT ഡെവലപ്പ് ചെയ്യുന്നത്. ജോൺ ഷൂൾമാൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സുജിർ ഇല്ലായിരുന്നുവെങ്കിൽ വെബ് GPT സാധ്യമാവില്ലായിരുന്നു എന്ന്. സാധാരണക്കാർക്ക് പല വെബ്സൈറ്റുകളിലൂടെയും കടന്നു പോയാൽ മാത്രം ലഭിക്കുന്ന പല വിഷയങ്ങളും ഇൻഫോർമേഷൻസും ഒരു സുഹൃത്തിനോട് എന്നതുപോലെ ചാറ്റിങ്ങിലൂടെയും ചർച്ചയിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു AI ടൂളായിരുന്നു വെബ് GPT. അതാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ചാറ്റ് GPT. തൻ്റെ മനസ്സിലുണ്ടായ രൂപത്തിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായാണ് ചാറ്റ് GPT വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സുജിർ തിരിച്ചറിഞ്ഞു. ആ വളർച്ച വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത് എന്നും അയാൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, ചാറ്റ് GPT US കോപ്പിറൈറ്റ് ലോ ലംഘിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ എ ഐയുടെ CEO ആയിരുന്ന സാം ആൾട്ട്മാനോട് തൻ്റെ അഭിപ്രായം സുജിർ പറയുകയും ചെയ്തിരുന്നു. അതിന് സാം ആൾട്ട്മാൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ സുജിറിൻ്റെ സുഹൃത്തുക്കളും സുജിറിൻ്റെ അമ്മയും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ആ സംഭാഷണത്തിന് ശേഷം സാമിനെ സുജിർ വല്ലാതെ വെറുത്തിരുന്നു എന്നാണ്. അതോടുകൂടി ഓപ്പൺ എ ഐ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും സുജിർ രാജിവെച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. ഇനി ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ കമ്പനിയുടെയും ഭാഗമായി താൻ ജോലി ചെയ്യില്ല എന്നും ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് കമ്പനിയുടെ ഭാഗമായി മാത്രമേ താൻ ജോലി ചെയ്യുകയുള്ളൂ എന്നും സുജിർ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു.
AI മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കുമെന്നും താനും ഒരിക്കൽ അതിൻ്റെ ഭാഗമായിരുന്നു എന്നും പറഞ്ഞ് അമ്മയോട് പലപ്പോഴും സുജിർ പൊട്ടിക്കരഞ്ഞിരുന്നതായി അമ്മ തൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 2024 ന്യൂയോർക്ക് ടൈംസിൽ തനിക്ക് ഓപ്പൺ AIയിലുണ്ടായ പല അനുഭവങ്ങളും സുജിർ വിശദീകരിച്ചിരുന്നു. AIയെ സ്നേഹിക്കുന്ന പലരും ആ ലേഖനത്തിന് ശേഷം ഒരു ഭയത്തോടു കൂടി മാത്രമാണ് AIയെ കണ്ടത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം ഓപ്പൺ AI തള്ളിക്കളയുകയായിരുന്നു. തന്നെ പാടെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു ഭീമൻ കമ്പനിയോടാണ് താൻ ഏറ്റുമുട്ടുന്നത് എന്നുള്ള ഭയം പോലും സുജിറിന് ഉണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന സ്വപ്നം മാത്രമായിരുന്നു. ഭീമൻ പ്രതിഫലം ഓഫർ ചെയ്തുകൊണ്ട് പല വലിയ കമ്പനികളും ഓഫർ ലെറ്ററുകൾ സുജിറിന് അയച്ചിരുന്നുവെങ്കിലും അതെല്ലാം സുജിർ തള്ളിക്കളയുകയായിരുന്നു. തൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നു സുജിർ. 2024 നവംബർ 21 സുജിർ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അച്ഛനെയും അമ്മയെയും വിളിച്ചു. നല്ല വിശപ്പുണ്ട്, പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അയാൾ അച്ഛനെയും അമ്മയെയും വിളിച്ചില്ല. അന്ന് അവസാനമായിട്ടായിരുന്നു ആ അച്ഛനും അമ്മയും സ്വന്തം മകനോട് സംസാരിച്ചത്. പിറ്റേന്ന് അമ്മ പലതവണ അയാളെ വിളിച്ചു. അയാൾ ഫോൺ എടുത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും വിളിച്ചു. അയാൾ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് വന്ന് നോക്കാൻ അമ്മ തീരുമാനിച്ചു. അപ്പാർട്ട്മെൻറ്റിൽ വന്ന് വാതിൽ മുട്ടി നോക്കി. അയാൾ വാതിൽ തുറന്നില്ല. ആകെ ഭയന്നു പോയ അമ്മ പോലീസിൽ വിവരമറിയിച്ചു. എന്നാൽ പിറ്റേ ദിവസമാണ് പോലീസ് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നെത്തിയത്. എന്തോ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് പോലെ. വാതിൽ തുറന്ന പോലീസ് കണ്ടത് മരണപ്പെട്ട് കിടക്കുന്ന സുജിറിനെയാണ്. ബാത്റൂമിൽ കണ്ണാടിക്ക് മുന്നിലായി കിടക്കുന്ന രീതിയിലായിരുന്നു അവർ സുജിറിനെ കണ്ടത്. തൊട്ടടുത്ത് സുജിറിന്റെ തോക്കും കിടക്കുന്നുണ്ടായിരുന്നു. സ്വയം വെടിവെച്ച് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തത്. അതൊരു കൊലപാതകമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അവർ പറയുന്നു. എന്നാൽ സുജിറിന്റെ മാതാപിതാക്കൾക്ക് അത് വിശ്വസിക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തങ്ങളോട് അവസാനം സംസാരിച്ചപ്പോൾ വളരെ സന്തുഷ്ടനായിരുന്നു സുജിർ എന്നും അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. അതിന് പിന്നിൽ ഓപ്പൺ AI ആണ് എന്ന് ആ അമ്മയും അച്ഛനും ഉറച്ച് വിശ്വസിക്കുന്നു. സുജിർ ബാലാജിയുടെ ആത്മഹത്യയിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് ഓപ്പൺ AI ട്വീറ്റ് ചെയ്തത്. എന്നാൽ ഇതൊരു ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു എലൺ മസ്കിന്റെ ട്വീറ്റ്. വിശന്നു വലഞ്ഞ ഒരാൾ ഭക്ഷണം വാങ്ങാൻ പോകുന്നു. ഭക്ഷണം വാങ്ങി കൊണ്ടുവന്ന ശേഷം പാതി കഴിച്ച് ആത്മഹത്യ ചെയ്യുമോ? ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത ഒരു ആംഗിളിൽ ഒരാൾക്ക് സ്വയം വെടിവെക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. വീടിനുള്ളിലേക്ക് മറ്റാരോ കയറിയതുപോലെ കാണപ്പെട്ടു. കബോർഡിൽ നിന്നും പല ഡോക്യുമെന്റുകളും എടുത്തു മാറ്റപ്പെട്ടതുപോലെ. സുജിറിന്റെ എയർപോർട്ടുകൾ പലയിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത്. ബാത്റൂമിന്റെ വാതിലിൽ മാത്രമല്ല, പല വാതിലുകളിലും ലിവിംഗ് റൂമിൽ പലയിടത്തും രക്തം കാണപ്പെട്ടു. ആദ്യം അപ്പാർട്ട്മെന്റിലേക്ക് കയറിയ പോലീസുകാർ കണ്ട കാഴ്ചയും അതിനുശേഷം കണ്ട കാഴ്ചകളും വ്യത്യസ്തമായതായി പറയുന്നു. എന്തോ പോലീസുകാർ മനഃപൂർവ്വം ചിലത് മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. സാധാരണ ഇത്തരം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വരുന്ന പോലീസുകാർ കയ്യിൽ ഗ്ലൗസ് ധരിക്കാറുണ്ട്. എന്നാൽ അന്ന് വന്ന 2 പോലീസുകാരും കയ്യിൽ ഗ്ലൗസ് ധരിച്ചില്ല എന്നും അവർ പലയിടങ്ങളിലും ഗ്ലൗസ് ഇല്ലാതെ തൊടാൻ ശ്രമിച്ചിരുന്നു എന്നും അച്ഛനും അമ്മയും പറയുന്നു. എന്തോ ഫിംഗർ പ്രിന്റുകൾ കൃത്യമായി ലഭിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ എന്ന്. ഈ ആത്മഹത്യയിൽ പോലീസിന്റെ ഭാഷ്യം ഒരൽപ്പം വ്യത്യസ്തമാണ്. ജോലി പോയതിന്റെ വിഷമത്തിലായിരിക്കാം സുജിർ ആത്മഹത്യ ചെയ്തത് എന്നും ആത്മഹത്യക്ക് മുമ്പ് തലച്ചോറിൽ ക്ഷതമേറ്റാൽ സംഭവിക്കാവുന്ന വിഷയങ്ങളെക്കുറിച്ച് അയാൾ സെർച്ച് ചെയ്തിരുന്നു എന്നും പോലീസ് പറയുന്നു. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം സുജിറിന്റെ രക്തത്തിൽ ഒരളവിൽ കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരുന്നു എന്നതുമാണ്. എന്നാൽ ഇതിനെല്ലാം മറ്റൊരു വാദം കൂടിയുണ്ട്. അതായത് മില്യൺസ് ഓഫർ ചെയ്തിട്ടുള്ള ജോബ് ഓഫർ ലെറ്ററുകൾ സുജിറിന്റെ ഇമെയിലിൽ കാണാമായിരുന്നു. അത്രയും ഓഫർ ലഭിച്ച ഒരാൾ എന്തിനാണ് ഒരു ജോലി പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്? ഇനി തലച്ചോറിനെ കുറിച്ച് ഒബ്സർവ് ചെയ്തതിൻ്റെ വിഷയം, സുജിറിന്റെ മനസ്സിലുണ്ടായിരുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതേക്കുറിച്ചുള്ള റിസർച്ചിന്റെ ഭാഗമാണ് പോലീസ് തെറ്റിദ്ധരിച്ചത്. ഇനി അച്ഛനും അമ്മയും പറയുന്നു സുജിർ ഒരിക്കലും മദ്യപിക്കുകയില്ല എന്നും. സുജിർ ബാലാജിയുടെ ആത്മഹത്യ
അല്ലെങ്കിൽ സുജിർ ബാലാജിയുടെ മരണം ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. എങ്കിലും ഒരുപാട് പേർ വിരൽ ചൂണ്ടുന്നത് സാം ആൾട്ട്മാന്റെ നേരെയാണ്. അതായത് ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച് ഹൈപ്പർ റിലീജിയസ് ആയിരുന്ന ആ വ്യക്തിയായിരിക്കുമോ സുജിർ ബാലാജിയുടെ മരണത്തിന് പിന്നിൽ? ഒരാൾ ജൂതനായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾ വില്ലനായി മാറുമോ? ഒരിക്കലുമില്ല. എന്നാൽ പല കോൺസ്പിറസി തിയറികളും അങ്ങനെ പറയുന്നുണ്ട് എങ്കിലും നമുക്കത് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇതുപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പലതും സാം ആൾട്ട്മാനെ കുറിച്ച് നമുക്ക് ഒന്ന് അന്വേഷിച്ചാൽ കേൾക്കാൻ സാധിക്കും. അങ്ങനെ ചില ആരോപണങ്ങൾ പറയുന്നത് സാം ആൾട്ട്മാന്റെ സ്വന്തം സഹോദരിയാണ്. അതായത് തൻ്റെ 5-ാമത്തെ വയസ്സ് മുതൽ 20-ാമത്തെ വയസ്സ് വരെയുള്ള 15 വർഷങ്ങൾ സ്വന്തം ചേട്ടൻ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്ന്. എന്നാൽ സാം ആൾട്ട്മാൻ അതിനെയെല്ലാം തള്ളിക്കളയുകയാണ്. എപ്രകാരമാണോ സുജിർ ബാലാജിയുടെ കൊലപാതകം ഒരു ആത്മഹത്യയാണ് എന്നതിൻ്റെ പേരിൽ അവർ തള്ളിക്കളയുന്നത്, അപ്രകാരം തന്നെ തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളും അയാൾ തള്ളി പറയുകയാണ്. പക്ഷേ തള്ളി പറയുമ്പോൾ അയാൾക്ക് വ്യത്യസ്തമായൊരു വാദമുണ്ട്. അതായത് ഞാൻ ഒരു ഗേ ആണ്, എനിക്കൊരിക്കലും ഒരു സ്ത്രീയോട് താല്പര്യം തോന്നുകയില്ല. തന്നെ ഇത്രയും കാലം ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തൻ്റെ അനുജത്തി ആരോപണം നൽകുമ്പോൾ ഒരു ചേട്ടൻ പറയേണ്ട വ്യത്യസ്തമായ ന്യായം. ഈ പറഞ്ഞതെല്ലാം സാം ആൾട്ട്മാന്റെ പേഴ്സണൽ വിഷയമാണ്, നമ്മുടെ വിഷയമല്ല. നമ്മുടെ ഫോണിലിരിക്കുന്ന ചാറ്റ് ജിപിടിക്ക് പിന്നിൽ അങ്ങനെ ചില കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ചോദ്യം, സുജിറിന്റെ മരണം അതൊരു കൊലപാതകമായിരുന്നോ അതോ ഒരു ആത്മഹത്യയായിരുന്നോ? ഇതേ ചോദ്യം ഞാൻ ചാറ്റ് ജിപിടിയോടും ചോദിച്ചു. വല്ലാത്തൊരു സൈക്കോ അല്ലെ. ഞാൻ ചോദിച്ചു, ചാറ്റ് ജിപിടിക്ക് ഒറ്റ ഉത്തരത്തിൽ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ എന്തോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി വല്ലാതെ വിശദീകരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതോടൊപ്പം 3 ചോദ്യങ്ങൾ കൂടി ഞാൻ ചോദിച്ചു. ചാറ്റ് ജിപിടിക്കും ഉത്തരമില്ലാത്ത 3 ചോദ്യങ്ങൾ. അതായത് 1, അന്ന് സുജിറിനോട് സംസാരിക്കുമ്പോൾ സാം പറഞ്ഞ മറുപടി എന്തായിരിക്കും? സാമിനെ സുജിർ ഇത്രത്തോളം വെറുക്കാനുള്ള കാരണം എന്തായിരിക്കും? മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അമ്മയോട് സുജിർ പൊട്ടിക്കരയാനുള്ള കാരണം എന്തായിരിക്കും? അന്ന് എന്ത് കണ്ടായിരിക്കും സുജിർ ഭയന്നത്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ എന്തിൻ്റെയെങ്കിലും ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.